ഹലോ ഫ്രണ്ട്സ്, സൺഡേ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ, ഞാനും ഹൈവൂത്തനും ദൈവവും ഒക്കെ ഇതൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് നമ്മളെ പട്ടിക്കുട്ടിയായിട്ട്. പെട്ടെന്നാണ് ഈ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പെട്ടെന്ന് ഇതുപോലൊരു സിറ്റുവേഷൻ ആയിരിക്കും എന്ന് ഓർത്തില്ല. ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് പട്ടിക്കുട്ടികളായിട്ടൊക്കെ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പാർക്കിലേക്ക് കയറാൻ ഓർത്താ കേട്ടാ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയിപ്പോയി കേട്ടാ. അതിപ്പം പാർക്കാണ് കേട്ടോ. ഇപ്പം വെറുതെ ഒരു രക്ഷയില്ല, നല്ല രസം. ഹലോ മച്ചാമാരെ, ഞങ്ങൾ ഇവിടെ രൂപയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി എറണാകുളത്ത് കറങ്ങാൻ വന്നേക്കാണ്. ഇവിടെ ഒരുപാട് ആയക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നത്. നോക്കിയേ, ഇതേ ഹൈയൂത്തിലാണെങ്കിൽ ഇതേ വേറെ പട്ടിക്കുട്ടിനെയൊക്കെ കണ്ട് ബഹളമാണ്. ഹയ്യോ ഹയ്യോ, ഇഷ്ടംപോലെ ഡോഗ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇത്രയും വിചാരിച്ചില്ല, ഞങ്ങൾ ഇങ്ങനെ പറ്റിയുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നമ്മുടെ ടർബോ ആണെങ്കിൽ ഇതിൽ വേറൊരു പട്ടിക്കുട്ടിയായിട്ട് ഭയങ്കര കാണാൻ ഒരു രക്ഷയില്ല. ഹയ്യോ ഹയ്യോ നോക്കിയേ, ഹയ്യോ ഒരു രക്ഷയില്ല, ഒരു പേടിയില്ല. ഇന്നെ വലുതുള്ളതുകൊണ്ട് ഞങ്ങൾ അതുമായിട്ട് വരാതിരിക്കണമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നു, എന്താവുമെന്ന് പറയാൻ പറ്റില്ല. ഹയ്യോ നോക്കിയേ, ഹയ്യോ ഇഷ്ടപ്പെട്ടാ പറ്റിക്കുട്ടിനെ? എന്താ ചെയ്യൂ? അയ്യോ തരുവാന്ന് ചോദിച്ചേ, ഞങ്ങൾ കൊണ്ടുപോക്കട്ടെന്ന് ചോദിച്ചേ. ടർബോയും ദൈവം ഭയങ്കര കളിയാണ്, ഒരു രക്ഷയില്ല. പേര് ചെയ്ത ലയ, പെണ്ണാണ്. ഇത് മെയിലാ? മെയിലാണല്ലോ. ലയ മറ്റൊരു പള്ളി താഴെടാ കുടുങ്ങിയ. എടാ ഹയുത എങ്ങനെ ഹയുത, എന്താ ചെയ്യുവേ? ഹയുതയെ ഓടിപ്പോയി കേട്ടാ. അയ്യോ അയ്യോ, വേറൊരു പട്ടിക്കുട്ടിയുടെ പുറകെ പോയി. ടർബോവാ. എൻ്റെ പൊന്നു മച്ചന്മാരെ, ഒരു രക്ഷയില്ല. യൂത്തനാണെങ്കിൽ ഇവിടെ വന്നത് സന്തോഷം കൊണ്ട് ഒരു രക്ഷയില്ല. ഇവൻ്റെ ടർബോനായിട്ട് ഇവിടെ എല്ലായിടത്തും വലിച്ചെന്ന് കിടക്കെ. പോരാത്തതിന് ഇപ്പം വേറെ പട്ടിക്കുട്ടികളെയൊക്കെ കണ്ടിട്ട് ടർബോനെയൊന്നും ഇപ്പം വേണ്ട, എല്ലാ പട്ടിയുടെയും പുറകെ കിടക്കുകയാണ്. ഹൈ നോക്കണം, ഒരു രക്ഷയില്ല. പിന്നെ വേണ്ട പോയി എടാ ചെറുക്ക കരിയുവാ. നോക്കട്ടെ, യൂട്യൂബ് വരും കേട്ടാ. അയ്യോടാ അയ്യോ നോക്കിക്കടാ. എന്തായാലും പേരുന്നത് ലയ ലയ.
ഹലോ രക്ഷയില്ല കൊച്ചാമാരെ ആറഞ്ച് മറ്റു കുട്ടികളാണ്. അയ്യോ ആണെങ്കിൽ എല്ലാത്തിൻ്റെയും പുറകെ ഓടി ഇറക്കിയത്. അവള് പോകണോ പുറകെ? പിന്നെ പേരുണ്ടേന് കച്ചു. അപ്പൊ മറ്റേ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം അറിയില്ല. ഭയങ്കര വരികയാണെന്നുണ്ടെങ്കിൽ സത്യം ഇഷ്ടംപോലെ അതായത് ഡോഗ്സിനെ നമുക്ക് കാണാൻ പറ്റും. വെറൈറ്റി ആയിട്ടുള്ള ഡോഗ്സിനൊക്കെ കാണാൻ പറ്റും. ഫാമിലിയായിട്ടാണെങ്കിലും കുട്ടികളായിട്ടാണെങ്കിലും വന്നു കഴിഞ്ഞാൽ സമയം പോലും അറിയത്തേ ഇല്ല. കേട്ടാ ഇതായാലും സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്തായാലും മാക്സിമം വരാൻ പറ്റുന്നവരൊക്കെ ഇടയ്ക്കെങ്കിലും നമുക്ക് എൻ്റെ പൊന്നു മച്ചാന്മാരെ യൂത്തൻ കണ്ടല്ലോ. ഈ കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെ കണ്ടത്. ഈ പട്ടിക്കുഞ്ഞിൻ്റെ പുറകെ നിന്ന് മാറുന്നില്ല. നീ ഈ പട്ടിയുടെ അടുത്ത് അവനാണെങ്കിൽ ഇതിനോടുള്ള സ്നേഹം കൊണ്ട് ഓടിച്ചെന്ന് പിടിക്കാൻ പോകുമ്പോഴേക്കും ഇവനാണെങ്കിൽ പേടിച്ച് പട്ടിക്കുഞ്ഞിനെ കൊണ്ട് എടുത്തിട്ട് ഓടുള്ളതല്ല. ഒരു ദേഷ്യമില്ല. ഇവനാണെങ്കിൽ അതിൻ്റെ പുറകെ നിന്ന് മാറുന്നില്ല. ഇവൻ്റെ പിടുത്തമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവർ തന്നെ പേടിച്ച് പോവാണ്. ഒരു രക്ഷയില്ല. പിന്നെ അവസാനം കുറേ അലമ്പൊക്കെ കഴിഞ്ഞാണ് ഇവനെ പിടിച്ച് മാറ്റിയ കേട്ടോ ഒരു കണക്കിന്. ഇവനാണെങ്കിൽ കാണുന്ന പട്ടികളുടെ എല്ലാത്തിൻ്റെയും പുറകെ പോവാണ്. ഒരു രക്ഷയില്ല. പതിയെ തൊട്ടാ മതി. പതിയെ തൊടായാൾ നിന്നെ പിടിച്ചൊന്ന് പോകണ്ട. അയ്യോ എടാ പതിയെ പോവാ. എടാ പേടിച്ചു പോകണ. അത് നീ ഇങ്ങനെയൊക്കെ ചെന്നാ പേടിച്ചു പോകൂലേ? പതിയെ പതിയെ നിൽക്കുവാ. എന്താ അതാ ഹൈട്ടാ പതിയെ എടാ പതിയെ നിൽക്കണം. ഇത് നോക്കി സമ്മതിക്കും. നന്ദിയാണ്. അത് പോകും. പതിയെ എന്താ പതിയെ എടാ കുഞ്ഞു പട്ടിയാണത്. പിന്നെ ഒരു പേടിയില്ല. വീട്ടിൽ എന്തിനാണ് പോകണ്ട കൂടി. എന്താണ് എന്താണ് അയ്യോ ഇങ്ങോട്ട് കടിക്കുവേ. നീ വീട്ടിലെ പട്ടിയല്ല കേട്ടാ. അയ്യോ ഇങ്ങനെ വന്നേടാ. അയ്യോ എടാ പതിയെ പിടിക്കണം. പട്ടി പേടിച്ചു പോകുഞ്ഞേ. ഒരു ആവട്ടെ. ഈ ടർബോനെ ഞാൻ കൊടുത്തേക്കട്ടെ ആരെങ്കിലും. അയ്യോ എന്താ ചെയ്യും? അയ്യത്തെ വീട്ടിൽ പോവാ. പന്നിയാണ്. പിടിച്ചോളെ. പതിയെ നിന്റെ ഓട്ടം കാണുമ്പോ പേടിച്ചു കണ്ടാ പേടിച്ചു പോയടാ. അയ്യോട്ടാ
ബാ അമ്മേന്തേ ബാ നോക്കി തരാം ബാ എന്തേ ബാ ഇല്ല ദേവടെ പോത്തടിക്കണം പറഞ്ഞാ കേട്ടില്ല ഞാൻ കൊണ്ടുപോവേ താഴെ നിർത്താം നീ പറഞ്ഞാ കേട്ടില്ല ഞാൻ വീട്ടിൽ കൊണ്ടു ദേവത കൊടുത്തേക്കട്ടെ തർപ്പന കൊടുത്തേക്കട്ടെ കൊണ്ടുപോകോട്ടാ ഞങ്ങള് കൊടുത്തേക്കട്ടെ കൊടുത്തേക്കട്ടെ അവര് കൊണ്ടുപോകണം കൊടുത്തേക്കട്ടെ രക്ഷയില്ല ധീരെ തർപ്പനെ അവര് കൊണ്ടുപോകാൻ വന്നു കൊണ്ടുപോകട്ടെ തർപ്പോ അതെന്താ പഠിച്ചു എന്നാടാ ഇങ്ങനെ ബാ നമുക്ക് ഇതില്ല ഒന്നുമില്ല ആ പറ്റിയ ഇങ്ങോട്ടോ അയ്യോ ഓടല്ലേടാ ഓടല്ലേടാ എടാ ഓടല്ലേ ഇല്ല നിന്നെ പിടിക്കോളാ ചെമ്പനല്ലത് അതാ അത് വേറെ പറ്റിയ അതെ ദേടാ വെള്ളം കുടിക്കാൻ എന്താടാ അത് കണ്ടോടാ അതേത് പറ്റിയ യൂത കേട്ടാ അതേത് പറ്റിയ ആർക്കറിയാതാ വാ ഇങ്ങോട്ട് വാ ഇല്ല അമ്മ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണമെന്നാ ബാ ഇല്ല ആ നമ്മുടെ പറ്റിയല്ലത് ഇല്ല അയ്യൂട്ടാ ബാ അയ്യൂട്ടാ ഇങ്ങോട്ട് നിങ്ങൾ അത് കണ്ടേ അമ്മത്തേക്ക് അവിടെ പോസ്റ്റിരിക്കണോ നീ ആ തറപ്പനെ വിളിച്ചത് നമുക്ക് പോവാതാ പോണേ നമുക്ക് മറ്റേ വലിയ പറ്റിനെ പിടിക്കാൻ വലിയ പറ്റി എന്താ ബെൽറ്റ് ഇതുപോലെ ഓടിയിട്ട് തറപ്പോക്കാം ബാ ഇത് പോകണ്ട അയ്യോ എടാ പതിയെ പോടാ എന്താ കട്ടിക്കൊള്ളും കേട്ടോ ഇങ്ങോട്ട് തീതി
ഇല്ല ദേവു അവിടെ ഒറ്റയ്ക്ക് നിൽക്കണോണ്ടാ ശരി ഹൈത പോകാം വീട്ടിൽ പോവാം തീയ പോടി എന്താ എടാ അവിടെ ഇങ്ങോട്ട് വന്നേടേ എടീ തട്ടി വീഴേ ബാ ദേടാ ഒരു വാവേനെ കണ്ട ദേണ്ട് ഒരു രക്ഷയില്ല യുദ്ധത്തിന് ഓട്ടാണ് ഇഷ്ടം പോലെ പട്ടിക്കുട്ടികളാണ് ഇവിടെ എന്തായാലും വന്ന് പതിയെ തൊടയുള്ളേ ഹയ്യോ വാ അയ്യോ ഇങ്ങനെ വന്നേ മതി വാ നോക്കൂ നിന്റെ പെരുത്തോളം ശരിയാണ് എന്താ ദൈവം സമ്മതിക്കലാണോ രക്ഷയില്ല അയ്യോ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. പുത്തൻ അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ഗുഡ് ബൈ. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്തായാലും ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും വരാൻ നോക്കുക. ഞായറാഴ്ച ദിവസങ്ങളിലെങ്കിലും വരാൻ നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.